നമസ്കാരം. സംഘികളുടെ കുംഭമേള ഫെയിമായിട്ടുള്ള മൊണാലിസ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല. അതിന്റെ വിവാഹം നടന്നതുമായി ബന്ധപ്പെട്ട് ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തു വേണം? CPM നേതാക്കന്മാരെല്ലാം ഇതിൽ പെടും എന്നാണ് ആക്ഷേപം. എങ്ങനെയാണ് അത് പെടാനുള്ള സാഹചര്യം? ഈ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി മധ്യപ്രദേശ് സ്വദേശിനിയാണ്. ഇപ്പോൾ അവിടുത്തെ പട്ടികജാതി വികസന കമ്മീഷൻ അല്ലെങ്കിൽ അവിടുത്തെ പട്ടികജാതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഈ കുട്ടിക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ പേരിൽ മധ്യപ്രദേശ് സർക്കാർ കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിന്റെ സത്യാവസ്ഥയൊക്കെ പുറത്തു വരട്ടെ. ഇതിന്റെ ഭാഗമായിട്ട് വിവാഹം കഴിച്ച ഫർഹാൻ എന്ന മഹാരാഷ്ട്ര സ്വദേശിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അത് മധ്യപ്രദേശ് പോലീസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ ഒരു വലിയ ആഘോഷം സംഘികളുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. അതായത് ഈ വിവാഹം നടത്തിക്കൊടുത്തത് CPM സംസ്ഥാന സെക്രട്ടറിയാണ്, A റഹീമാണ്. മറ്റ് CPM നേതാക്കന്മാരെല്ലാം പങ്കെടുത്ത ആ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് എല്ലാ വിവാദങ്ങൾക്കും കാരണമായി പറയുന്നത്. എന്താണ് അതിൽ നടന്ന വസ്തുത? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രായപൂർത്തി എന്ന് അവകാശപ്പെടുന്ന 2 പേർ ഈ സ്റ്റേറ്റിലുള്ളവരല്ല, അന്യ സംസ്ഥാനത്തുള്ളവരാണ്. അവർ ഈ നാട്ടിലേക്ക് വരുന്നു, അവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ നാട്ടിൽ സുരക്ഷിതമായ ഇടമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വരുന്ന സന്ദർഭത്തിൽ അവരുടെ വിവാഹം നടത്താൻ സഹായിക്കുന്നത് ഇവർ താമസിച്ചിരുന്ന വാടക വീട്ടിലെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, അതായത് നെയ്യാറ്റിൻകരയിലെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവർ സഹായം ചെയ്തു. അപ്പോൾ ഈ നാട്ടിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഈ ഇന്റർകാസ്റ്റ് മാരേജ് നടക്കുന്ന സന്ദർഭങ്ങളിൽ മുസ്ലിമായിട്ടുള്ള യുവാവാണ്, ഹിന്ദു ആയിട്ടുള്ള പെൺകുട്ടിയാണ്, വിവാഹം കഴിക്കുന്ന അന്ന് തൊട്ട് തന്നെ സംഘികളുടെ കുരു പൊട്ടിയിരുന്നു. ആ സന്ദർഭത്തിൽ ഇവർ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് പ്രായപൂർത്തിയായതാണ്. അത് കൃത്യമായി കണ്ടപ്പോൾ പ്രായപൂർത്തിയായതാണെന്നുള്ള ഡോക്യുമെന്റേഷൻ ഹാജരാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഈ വിഷയത്തിൽ പരിശോധന നടത്തേണ്ടത്? 2 പേരും പ്രായപൂർത്തിയായി, ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കേരളത്തിൽ ഇനിയാണെങ്കിൽ പോലും രേഖകൾ സഹിതം വന്നു കഴിഞ്ഞാൽ കൃത്യമായി നടത്തി കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. ജാതി, മതം ഇതിന്റെ പേരിലൊക്കെ ഏതെങ്കിലും വ്യക്തികൾ തമ്മിലുള്ള അത്തരം ബന്ധങ്ങൾ അതിനെ പിരിച്ചുവിടേണ്ട ഉത്തരവാദിത്തമല്ല സമൂഹം ചെയ്യേണ്ടത്. അവർക്ക് സുരക്ഷിതത്വമായിട്ടുള്ള അല്ലെങ്കിൽ സഹായം തേടി വരുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുന്നത് ഒരു മഹാ അപരാധമൊന്നുമല്ല. പിന്നെ 16 വയസ്സായില്ല. 16 വയസ്സാകാത്ത കുട്ടിയെ വ്യാജരേഖ ചമച്ചുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ വന്നിട്ടുള്ളതെങ്കിൽ അവൻ ചട്ടിക്കകത്താകേണ്ടത് നിയമാനുസൃതമായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ചെയ്തു കൊടുത്തവരെന്തോ ഇവർക്ക് താല്പര്യമുള്ളതുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നതൊന്നുമല്ലല്ലോ. എന്തായാലും അതിൽ ഏറ്റവും പ്രശ്നമായിട്ടുള്ള കാര്യം, ഈ മൊണാലിസ എന്നൊരു ഹിന്ദു പെൺകുട്ടി വിവാഹം കഴിച്ചത് ഒരു മുസ്ലിം ആണെന്നുള്ളതാണ് സംഘികളുടെ പ്രധാന പ്രശ്നമായിരുന്നത്. അതുകൊണ്ടാണ് അന്നു മുതൽ ഇതിനെ വിവാദമാക്കാൻ ഇവർ പരിശ്രമിച്ചത്. അവർ തമ്മിലുള്ള ബന്ധം, അവർ തമ്മിൽ പ്രായപൂർത്തിയായി ഈ നാട്ടിൽ വന്ന് താമസിച്ചതിന് ശേഷം വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ ക്ഷേത്ര ട്രസ്റ്റിന്റെ മുന്നിലും പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി. സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് വിവാഹം കഴിക്കുന്നവരിൽ ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ പോലും ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനോടൊപ്പം തന്നെ അവർക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് ഇതേ രേഖകൾ വെച്ചാണ് ഇഷ്യൂ ചെയ്തത്. ആ ഇഷ്യൂ ചെയ്യുന്ന സമയത്തും 18 വയസ്സായില്ല എന്ന് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ അങ്ങനെ സ്മാർട്ട് ആപ്പ് വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാനും കഴിയില്ലായിരുന്നു. ഡോക്യുമെന്റ്സുമായി പ്രായപൂർത്തിയായി എന്നുള്ള നിലയ്ക്ക് 2 പേർ വന്നു. അതിൽ വിവാഹം നടത്താൻ ഇടതുപക്ഷത്തിന്റെ പുരോഗമന ചിന്ത പ്രകാരമുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന്. അത്തരം ഇടപെടലുകൾ ഇനി വന്നാലും നടത്തും. അതിൽ തെറ്റിദ്ധരിപ്പിച്ച് ചെയ്തു എന്നതിന്റെ പേരിൽ നിങ്ങൾ കൂടെ നിന്നില്ലേ, നിങ്ങളും ക്രൂശിക്കപ്പെടണോ എന്ന് പറഞ്ഞാൽ അത് അത്തരം ബഹളങ്ങൾ വയ്ക്കുന്നവർ അവിടെ കിടന്നങ്ങ് ബഹളം വെച്ചാൽ മതി. ആ കുട്ടിക്ക് 16 വയസ്സാണെന്ന് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ നാട്ടിലെ ഇടതുപക്ഷ അനുഭാവികളോ അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആരും അതിന് തുനിയത്തില്ലായിരുന്നു. ആ കുട്ടിയും 18 വയസ്സായെന്നും ആ ചെറുപ്പക്കാരനും രേഖകൾ സഹിതം പറഞ്ഞപ്പോൾ 18 വയസ്സായി എന്ന് അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ആ വിവാഹത്തിന് വേണ്ട സഹായങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യമായിട്ട് ഇടതുപക്ഷക്കാർ നിലകൊണ്ടത് എന്നുള്ളത് ഒരു വസ്തുതയായിട്ടുള്ള കാര്യമാണ്. അത് ഇനി സംഭവിക്കുകയാണെങ്കിലും പ്രായപൂർത്തിയായവർക്ക് എന്ത് സഹായം വേണമെങ്കിൽ ലഭ്യമാക്കും. രേഖകളല്ലാതെ ഒരാൾക്ക് പ്രായപൂർത്തിയായോ അല്ലയോ എന്നൊക്കെ ഇന്ന് പരിശോധിക്കാൻ സാങ്കേതിക വിദ്യയൊന്നും ഈ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടും ആ കുട്ടിയെ കണ്ടാൽ 16 വയസ്സുകാരിയാണെന്ന് തോന്നാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അത്തരം വിവാഹങ്ങൾക്ക് പിന്തുണച്ചത് അത് അവർ മറച്ചുവെച്ച ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സത്യാവസ്ഥ അറിയാൻ പറ്റാതെ പോയത്. അത് ഇവിടുത്തെ സംഘികൾക്കൊന്നും പറ്റില്ല, ഞങ്ങളാണെങ്കിൽ ഉടൻ തന്നെ DNA ടെസ്റ്റ് നടത്തുമെന്നൊക്കെ പറയുന്നത് ഒരുതരം ഊളത്തരമാണ്. അങ്ങനെ ആ കുട്ടി
കുട്ടിയുടെ വയസ്സ് കൃത്രിമമായി 18 ആക്കിയതാണെങ്കിൽ അതിന്റെ വരും വരായിക അല്ലെങ്കിൽ പോക്സോ കേസാണെങ്കിലും ഫർഹാൻ അനുഭവിക്കേണ്ടി വരും. അതല്ല, കുട്ടിക്ക് 18 വയസ്സായി എന്ന് ഈ നിയമത്തിന് മുന്നിൽ തെളിയിക്കാൻ കഴിഞ്ഞാൽ ആ കേസിൽ നിന്ന് അവർ പുറത്തു പോകുമെന്നേ. ഈ മധ്യപ്രദേശ് സർക്കാരൊക്കെ ഭരിക്കുന്ന ആരാണെന്ന് അറിയാമല്ലോ. ചിലപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ട് ഇൻ കേസ് ഇങ്ങനെ വാർത്ത വരുത്തിച്ചതിന് ശേഷമോ കേസ് എടുത്തതിന് ശേഷം ഒരു വ്യക്തിയെ വേട്ടയാടാൻ ഉള്ള പുറപ്പെടാനാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഇനി പുറത്തേക്ക് വരട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനെതിരെ ആരും ചാടിത്തുള്ളി വരണ്ട. അവിടെ ആ കാര്യത്തിന് ഹെൽപ്പ് ചെയ്തത് 18 വയസ്സായി എന്ന രേഖ കൈവശം ഉണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് തെറ്റായിരുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ അത് ഈ നാട്ടിൽ സംഭവിക്കാവുന്ന സർവ്വസാധാരണമായിട്ടുള്ള കാര്യമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഒന്നും ഒളിപ്പിച്ചു വെച്ചല്ല. ഈ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം ആ വിവാഹം റിപ്പോർട്ട് ചെയ്താണ്, ആ രേഖകൾ കണ്ടതാണ്. അവർക്ക് പോലും ആ സന്ദർഭത്തിൽ ഇങ്ങനത്തെ സംശയമില്ലാത്തിടത്ത് സംഘികളുടെ ആരോപണം കേട്ടിട്ട് ആ വിഷയത്തിൽ ചുഴിഞ്ഞു നോക്കേണ്ട കാര്യം ഇടതുപക്ഷത്തിനില്ല എന്നുള്ളതാണ് വസ്തുത.